Thinking about the life I've spent with you, thinking about how every time you smile it lights the room. Can't believe the time that's passed since that first day we met, but I don't have one regret. Thinking about how nervous I had felt, but I knew I wouldn't spend this life with anybody else. Made a choice that I was sure I'd never second guess. Can't believe that you said yes. Now it's time to say I do. Guess I'm growing old with you. I'm holding on to memories as I'm holding on to you. Can't see anything around us, like it's just us in the room. As I'm walking down the aisle with your hand in mine, I know I'll be holding on to you for life. They all said how nervous I would be. They all said I shouldn't worry if I get cold feet. But it's funny how I've never felt so at peace. Must be how you look at me. Must be how you look at me. Oh, I'm holding on to memories as I'm holding on to you. Can't see anything around us, like it's just us in the room. As I'm walking down the aisle with your hand in mine, I know I'll be holding on to you for life. Now it's time to say I do. Guess I'm growing old with you. Thinking about how we could turn back time. പ്രിയപ്പെട്ട ചെറിയാൻ്റെയും ലിജിയുടെയും ജീവിതത്തിലെ മനോഹരമായ ഒരു മുഹൂർത്തത്തിന് നമ്മളെല്ലാവരും സാക്ഷികളാവുകയാണ്. തമ്പുരാൻ്റെ തിരുമുമ്പിൽ പുതുതായി രൂപപ്പെടുന്ന ഈ കുടുംബത്തിന് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. എല്ലാവരെയും സ്നേഹത്തോടെ ഈ ഇടവക ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ സർവ്വദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തിയോടെ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
പ്രത്യാശയുമിന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമിന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമിന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ അങ്ങയുടെ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. രാജപുത്രനെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. മിശിഹ അനുഗ്രഹിക്കട്ടെ. ദമ്പതിമാരുടെ കടമ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരവുപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾക്ക് മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ആദിയിലെ വചനം, ജ്ഞാനം നൽകിയ വചനം, വഴിയും സത്യവും ജീവനുമായ തിരുവചനം. മാംസമായ വചനം, രക്ഷയേകും വചനം, പാപച്ചങ്ങല പൊട്ടിച്ചെറിയും തിരുവചനം. ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്തു വിതയ്ക്കും ദൈവത്തിൻ വചനം. ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്തു വിതയ്ക്കും ദൈവത്തിൻ വചനം. ഹല്ലേലൂയ.
ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 2, 1 മുതലുള്ള തിരുവചനം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹമുള്ളവരെ, വളരെ അർത്ഥപൂർണമായ ഒരു കൂദാശയുടെ പരികർമ്മത്തിന് നമ്മളെല്ലാവരും ഭാഗഭാക്കുകളാവുകയാണ്. ക്രിസ്തീയ വിവാഹം കർത്താവും സഭയുമായുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ സുന്ദരമായ പ്രകടനമാണെന്ന്, മാതൃകയാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചെറിയാനും ലിജിയും തമ്പുരാൻ്റെ തിരുമുമ്പിൽ സുന്ദരമായ പ്രതിജ്ഞയെടുത്ത് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 2 മക്കൾക്കും വേണ്ടി ഹൃദയപൂർവം ഈ ആൾത്താരയ്ക്ക് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തിരഞ്ഞെടുത്ത കുടുംബങ്ങൾ, കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ജീവിതങ്ങൾ, അതിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്ന തമ്പുരാൻ, ഇതൊക്കെ വൈവാഹിക ജീവിതത്തിൻ്റെ ചിന്തകളാണ്. നാം വായിച്ചു കേട്ട വചനഭാഗം എല്ലാ കുടുംബജീവിതം നയിക്കുന്നവരും വളരെ ഗൗരവത്തോടെ ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ്. കാനായിലെ കല്യാണ വീടിൻ്റെ ഭാഗ്യം ആ വീട്ടിൽ കർത്താവുണ്ടായിരുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ സാന്നിധ്യവും അവിടുത്തെ അമ്മയുടെ സാമീപ്യവുമാണ് ആ വിവാഹത്തെ അത്രമേൽ പ്രശസ്തമാക്കിയത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു, കർത്താവ് ആ ഭവനത്തിലുണ്ടായിരുന്നിട്ടും ആ ഭവനത്തിൽ വേദന കടന്നു വന്നു, അസ്വസ്ഥത സംജാതമായി. പ്രാർത്ഥിക്കുന്നവരും കർത്താവിനോട് ചേർന്നിരിക്കുന്നവരും എന്നും പറയുന്ന പരിഭവമാണ്, പരാതിയാണ്. എന്തോരം പ്രാർത്ഥിച്ചിട്ടും കേൾക്കുന്നില്ല,
എന്തുമാത്രം നിലവിളിച്ചിട്ടും പരിഗണിക്കപ്പെടുന്നില്ല. എത്ര ജാഗ്രതയിൽ ജീവിച്ചിട്ടും വല്ലാണ്ട് അവഗണിക്കപ്പെടുന്നു എന്നൊക്കെയുള്ളത്. ഈശോ ഉണ്ടായിരുന്നിട്ടും ആ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നുപോയി എന്ന സത്യം നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. കർത്താവ് ഉണ്ടായിരുന്നിട്ടും ഒരു വഞ്ചിയിൽ ഒരു വള്ളത്തിൽ വെള്ളം കയറിയ കഥ ബൈബിളിലുണ്ട്. അമരത്ത് വെച്ച് തലയിണ വെച്ച് അവൻ ഉറങ്ങുകയായിരുന്നു അത്രേ. ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി, വഞ്ചിയിൽ വെള്ളം ആഞ്ഞടിച്ച് കയറി. അത് മുങ്ങാറാകുവോളം നിറഞ്ഞു എന്നാണ് സുവിശേഷം. കർത്താവ് തലയണ വെച്ച് അമരത്തുണ്ടായിരുന്നിട്ടും അവനുണ്ടായിരുന്ന വഞ്ചിയിൽ വെള്ളം കയറി. കർത്താവ് ഉണ്ടായിരുന്നിട്ടും അവനുണ്ടായിരുന്ന വീട്ടിൽ വീഞ്ഞു തീർന്നുപോയി. അവൻ അത്രമേൽ സ്നേഹിച്ചിരുന്ന ലാസറാണ് രോഗം വന്ന് മരിച്ച് അഴുകി എല്ലാവരുടെ മുമ്പിലും ആ ബന്ധത്തെ നാണം കെടുത്തുവോളം ദാരുണമായി പോയത്. ഇതൊക്കെ നമ്മോട് പറയുന്ന വലിയൊരു സത്യം തന്നു. കർത്താവുണ്ടെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. കർത്താവുണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാകും. ആഗ്രഹിക്കാത്തത് പലതും സംഭവിക്കും. പ്രതീക്ഷിക്കാത്തത് പലതും കടന്നു വരും. അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീഞ്ഞു തീർന്നു പോയാലും അത് സമൃദ്ധമായി നൽകാൻ കെൽപ്പുള്ള ഒരുത്തൻ കൂടെയുണ്ട് എന്നുള്ളതാണ്. വഞ്ചിയിൽ മുങ്ങാറാകുവോളം വെള്ളം കയറിയാലും ആ വഞ്ചിയെ മുങ്ങാതെ നോക്കാൻ കെൽപ്പുള്ളവൻ പടവിലുണ്ട് എന്നുള്ളതാണ്. എത്ര രോഗം വന്ന് മരിച്ച് അഴുകിപ്പോയാലും നിന്റെ അസ്ഥികൾക്ക് ജീവൻ കൊടുക്കാൻ കെൽപ്പുള്ളവൻ കല്ലറയ്ക്ക് പുറത്തുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് അച്ഛൻ കരുതുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒത്തിരി കേൾക്കാറുണ്ട്. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വേദനകളും വിഷമതകളും കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം വിശ്വാസം നഷ്ടപ്പെടുത്താതെ, കർത്താവിലുള്ള പ്രത്യാശ കൈമോശം വരാതെ, എൻ്റെ കൂടെ ഒരു കർത്താവുണ്ടെന്നുള്ള തിരിച്ചറിവിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ചെറിയാനും ലിജിയും ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കേട്ടിട്ടുണ്ടല്ലോ സുന്ദരമായ ആ കഥ. പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ ഓട്ടമത്സരം. എല്ലാ കുട്ടികളും വരയിൽ നിരന്നു നിന്നു. റഫറി വിസിൽ മുഴക്കി. ഗാലറിയിലിരുന്ന് തൻ്റെ കുഞ്ഞിൻ്റെ പെർഫോമൻസ് കാണാൻ കാത്തിരുന്ന ടീച്ചർ വല്ലാണ്ട് ടെൻഷനിലായിരുന്നു. ടീച്ചറിൻ്റെ കണ്ണ് അവളുടെ കുഞ്ഞിൻ്റെ മേൽ മാത്രമായിരുന്നു. അങ്ങനെ അത്ഭുതത്തോടെ സാഗൂതം ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ ടീച്ചർ കണ്ട് കൊച്ചു കുരിശ് വരയ്ക്കണം. ടീച്ചർക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എൻ്റെ മോന് തന്നെ ഫസ്റ്റ്. കാരണം അവൻ കുരിശ് വരയ്ക്കുന്നുണ്ട്. കർത്താവ് അവൻ്റെ കൂടെയുണ്ട്. ഉറപ്പായിട്ടും അവന് ഫസ്റ്റ് അടിക്കും. പക്ഷേ മത്സരത്തിൽ കൊച്ച് വല്ലാണ്ട് തോറ്റുപോയി. ദാരുണമായിട്ട് പരാജയപ്പെട്ട് അത് അവസാനമാണ് ഓടിയെത്തിയത്. ഓടിച്ചെന്ന് ടീച്ചർ കണക്കറ്റ് വഴക്ക് പറഞ്ഞു കുഞ്ഞിനെ, നീ എന്ത് കുന്താ പ്രാർത്ഥിച്ചത്? നീ ഏത് കർത്താവിനെയാണ് വിളിച്ചത്? ഏത് ദൈവമാണ് നിൻ്റെ കൂടെ ഓടിയത്? ടീച്ചറുടെ വഴക്കും ശകാരവും ഒക്കെ കേട്ട് വളരെ നിസ്സംഗതയോടെ കുഞ്ഞ് പറഞ്ഞു, ടീച്ചറെ, അതിന് ഞാൻ ഒരിക്കലും കർത്താവിനോട് ജയിപ്പിക്കാൻ പ്രാർത്ഥിച്ചില്ലല്ലോ. പിന്നെ നീ എന്തിനാ കുരിശ് വരച്ചത്? പിന്നെ നീ എന്താണ് പ്രാർത്ഥിച്ചത്? കൊച്ചൻ മനോഹരമായി പറഞ്ഞ മറുപടിയുണ്ട്, ടീച്ചറെ, ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ എങ്ങാനും തോറ്റുപോയാൽ കരയാണ്ടിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എങ്ങാനും തോറ്റുപോയാൽ കരയാണ്ടിരിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്.
കർത്താവ് കൂടെയുള്ളവരുടെ മനസ്സാണത്. എന്തെന്ത് പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടായാലും, എന്തോരം സന്തോഷത്തിൻ്റെ സമൃദ്ധി ഉത്സവം ജീവിതത്തിൽ നടന്നാലും കർത്താവുള്ള മക്കൾക്ക് വല്ലാത്തൊരു പഞ്ചുണ്ട്. അവരിങ്ങനെ തളരാതെ തകരാതെ അതിരുകവിഞ്ഞ് സന്തോഷിക്കാതെ എല്ലാത്തിലും തമ്പുരാൻ്റെ കൈക്ക് പിടിച്ച് അങ്ങനെ നിൽക്കും. അങ്ങനെയുള്ളൊരു ജീവിതം സുന്ദരമാണ്, വളരെ മനോഹരമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ, വലിയ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും കൈവരുമ്പോൾ എല്ലാത്തിനും നിദാനമായ തമ്പുരാനെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ചെറിയാനും ലിജിക്കും കൃപ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനാവിലെ കല്യാണ വീട് നമ്മെ ഓർമ്മപ്പെടുത്തും, കർത്താവുണ്ടെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. കടൽ കടക്കുന്ന വഞ്ചി ശിഷ്യന്മാരോടൊപ്പം ഗുരുവിനോടും കൂടി കടൽ കടക്കുന്ന വഞ്ചി നമ്മളെ ഓർമ്മപ്പെടുത്തും. കാറ്റും കൂളും ഉണ്ടാവും. ലാസറിൻ്റെ മരണം നമ്മെ ഓർമ്മപ്പെടുത്തും. ജീവിതത്തിൽ വല്ലാണ്ട് വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാവും. വീഞ്ഞ് തീർന്നു പോയാലും വീഞ്ഞുണ്ടാക്കാൻ കൽപ്പുള്ളവൻ, മുങ്ങാറാകുവോളം വെള്ളം നിറഞ്ഞാലും വഞ്ചിയെ മുങ്ങാതെ നോക്കാൻ ശക്തിയുള്ളവൻ, എത്ര ചത്തു ചീഞ്ഞാലും വീണ്ടും ഉയർപ്പിക്കാൻ കരുത്തുള്ളവൻ കൂടെയുണ്ടെന്നുള്ള ആത്മബലമാണ് എല്ലാ ദാമ്പത്യത്തിൻ്റെയും വ്യക്തിജീവിതത്തിൻ്റെയും അടിസ്ഥാനം. കൃപയുണ്ടാവട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കുദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ, ഈ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ, ഈ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകുവാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ ദാസരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അവനൊരു സഖിയുണ്ട, അവനൊരു തുണയുണ്ട. ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടാ, അവനൊരു തുണയുണ്ടാ. വാനവ സാക്ഷികളാ പാവനമംഗല്യം ഏതേൻ
വനികയിലെ ആദിമദമ്പതിമാർ ശരീരം പോൽ വാഴണമെന്നെന്നും ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടാ, അവനൊരു തുണയുണ്ടാ. ചെറിയാൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ലിജിയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ലിജി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ചെറിയാനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങളിതിന് സാക്ഷികളാണല്ലോ. വലതുകരം കോർത്ത് പിടിച്ച് നിൽക്ക്, ഷെയ്ക്കാൻ്റെ കൊടുത്ത് നിൽക്ക്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങേ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഈ മക്കൾ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. അവനിയുമുന്നതമാ അമ്പരവീതികളും മംഗളഗീതികളിൽ മുങ്ങി വിളങ്ങുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ജുളവാണികളാൽ മംഗളമരുളുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരും. ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ രണ്ടുപേരും ഉറക്കേറ്റ് ചൊല്ല്. ഇന്നു മുതൽ മരണം വരെ
സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ആത്മീയവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Do you ever wonder where we would have been if we had never met? And I hadn't held you yet. Lately I've been feeling more than just a feeling. I'd give all that I just to say that I'm your man. Sometimes I feel I'm dreaming. You're too good to be true. I'd spend all of my hours just to prove it to you. I would wait my whole life just to hold your hand and do it all again just for you to understand that I won't leave your side if things don't go as planned. I give all I have, yes, I will be your man. I will be your man. Yeah. ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച അങ്ങേ പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാർ യൗസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും
ജീവിത സഖിയെ നൽകി സൃഷ്ടികർമ്മത്തിൽ അവനെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അബ്രാഹത്തെയും സാറായെയും അവരുടെ സന്താനങ്ങളെയും അനുഗ്രഹിച്ച ദൈവം ആരോഗ്യവും ദീർഘായുസ്സും നൽകി നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കട്ടെ. നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വർദ്ധിച്ചു വരട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച എല്ലാവരെയും അനുഗ്രഹങ്ങളുടെ തമ്പുരാൻ സമൃദ്ധമായി ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I should be over all the butterflies, but I'm into you. And baby, even on our worst nights, I'm into you. They don't wonder how we got this far, 'cause I don't really need to wonder at all. And after all this time, I'm still into you. Can't count the years on one hand we've been together. I need the other one to hold you, make you feel better. No, it's not a walk in the park to love each other, but when our fingers in a lock, can't deny you're worth it. 'Cause after all this time, I'm still into you. I should be over all the butterflies, but I'm into you. And baby, even on our worst nights, I'm into you. They don't wonder how we got this far, 'cause I don't really need to wonder at all. And after all this time, I'm still into you. Recount the night that I first met your mother, and on the drive back to my house, I told you that I loved you. Yeah, you felt the weight of the world fall off your shoulder, and to your favorite song we sang along to the start of forever. And after all this time, I'm still into you. അതാരാ? പാപ്പന്റെ പേരെന്താ? ഇന്ന് ഗൗണിൽ എങ്ങനെയുണ്ട്? വളരെ ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. How she looks today? വെരി ബ്യൂട്ടിഫുൾ. നല്ല ആദ്യമായിട്ട് അങ്ങനെ ഒരു ബ്രൈഡിന്റെ വേഷത്തിൽ കാണുമ്പോൾ വെരി ഹാപ്പി ആയിട്ടുണ്ട്. അവളെ വേഷത്തിൽ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ലിജിനെ ആദ്യമായിട്ടുണ്ട്. രണ്ടുപേരും വെൽക്കം ടു ദ ക്ലബ്. അതിന് നീയും വിട്ടു. അപ്പൊ എന്താ പ്രത്യേകിച്ച് അഡ്വൈസ് എന്ന് പറയുന്നത്, എൻജോയ് ചെയ്യുക ഈച്ച് ആൻഡ് എവരി മൊമെന്റ്. ചെക്കൻ പെണ്ണ് സൂപ്പർ, നല്ല മാച്ച്. നിങ്ങൾക്ക് എത്ര നാൾ തൊട്ട് ലിജിനെ അറിയാം? ഇവര് സ്കൂള് ഒരു 1ാം ക്ലാസ് തൊട്ട് ലിജിയുടെ ഒപ്പം മോർ ദാൻ 10 years. ലിജി എങ്ങനെ ഇരിക്കുന്നു? കുഞ്ഞിനായിരുന്നു. ലിജി നല്ല ക്യൂട്ടായിരുന്നു. ക്യൂട്ടോ? ലിജിയുടെ ആ ഫോട്ടോ ഉണ്ട് ചെറുപ്പത്തിൽ യൂണിഫോം. ഭയങ്കര ഫോണിൽ
നല്ല മുടിയായിരുന്നു, ചെറുപ്പത്തിൽ നല്ല മുടിയായിരുന്നു. ആ ഇപ്പോഴും നല്ല മുടിയാണ്. അന്ന് ഭയങ്കര ഉള്ളാണ്, മറ്റേ ചെറിയ ബാൻഡൊന്നും ഇരിക്കത്തില്ല, ഒരു വലിയ ബാൻഡ് കെട്ടി വെച്ചിങ്ങനെ വരും. ആ ഒരു യെല്ലോ ഹൗസ് ആയിരുന്നു അവള്. അപ്പം ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. അല്ല, സ്പോർട്സ് വുമൺ എന്ന് പറയും. അങ്ങനെയൊന്നുമില്ലല്ലോ, ഇപ്പൊ അങ്ങനെയല്ലേ? നീ പറ ബി ഇംഗ്ലീഷ്. ഞങ്ങൾ ശരിക്കും 10ാം ക്ലാസ് വരെ അവള് വേറെ ഒരു ഗ്യാങ് ആയിരുന്നേ. എന്നിട്ട് ഞങ്ങൾ +1 ആയപ്പോൾ നമ്മൾ ഒത്തിരി ഡിവിഷനുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരുമിച്ച് ഇപ്പം ഞങ്ങൾ മാത്രമേ അവൾക്ക് ഗ്യാങ്ങിലുള്ളൂ, വേറെ ആരുമില്ല. അതാണ് അതിലെ ഹൈലൈറ്റ്. ഇപ്പം ഞങ്ങൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഭയങ്കര അടിപൊളിയാണ്. ചെക്കനോട് ജിജി വളരെ നല്ലൊരു കുട്ടിയാണ്, വളരെ മെച്യൂർ ആയിട്ടുള്ള, വളരെ അടിപൊളിയായിട്ട് ഫൺ തഗ് ഗേളാണ്. അതെ, തഗ്ഗാണ്. എന്ത് പറഞ്ഞാലും അങ്ങോട്ട് തിരിച്ച് ഒരു റിപ്ലൈ പ്രതീക്ഷിച്ച് എല്ലാം പറയാം. ചെറിയാനും ലിജിക്കും ഓൾ ദ ബെസ്റ്റ്. ഇയാള് ഒരുമിച്ച് പഠിച്ചല്ല പിന്നെന്ത് പറയാത്? എന്റെ ബെഞ്ച്മേറ്റ് ആയിരുന്നു, അങ്ങനെ ഞങ്ങൾ കൂട്ടായതാ. ഹാപ്പി മാരീഡ് ലൈഫ് അമ്മു. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. എന്താണ് അമ്മ ചേച്ചിയോട് പറയാനുള്ളത്? അമ്മ ചേച്ചി എന്നും സന്തോഷത്തിൽ ചെറിയാൻ ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ പറ്റട്ടെ. 100 വർഷങ്ങൾ. 100 വേണ്ടല്ലേ, 98 വർഷം. ഇനി അങ്ങോട്ടുള്ള ജീവിതം അടിപൊളിയായിരിക്കട്ടെ. നന്നായി വരട്ടെ. ബെസ്റ്റ് വിഷസ്. She's wearing an old dress, walking it out, waiting for someone to turn around. But she won't believe you when you fall down on your knees. She fell asleep listening to my friends talking on and on about how the world ends. Then she wakes up and climbs in my front seat, and she said, don't you wait to try it. Are you scared to find it? And do you wanna take my broken heart? Are you scared to start? Let's lay in the dead grass, stare at the stars, run away and live out of cars and bars. Let's just leave here, 'cause there's nothing left to see. And if that's wrong, let's make it right. And if you ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും നീക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനെ ഏകനായിരിക്കുന്നതല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നൊരു ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത് ഇനി വിവാഹിതരായ ഞങ്ങളുടെ ചെറിയാനെയും വിജയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ച് കൊണ്ടുള്ള ദമ്പതികളെ അനുഗ്രഹിച്ച ഈശോ വിശുദ്ധായി ഇവരങ്ങേക്ക് ഞങ്ങൾ കാണിച്ചു വയ്ക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിലെ കാവൽക്കാരനായ മറിയോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമ്മേ, ഇവരുടെ വിവാഹ ജീവിതവും ദാമ്പത്യ ജീവിതവും വിജയകരമായി പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാതാക്കന്മാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.